സെൻസർ ബോർഡ് റിവൈസ് കമ്മിറ്റി കണ്ടിട്ടും ജാനകിക്ക് വെട്ടെന്ന് സംവിധായകൻ. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ പേരുമാറ്റം റിവൈസ് കമ്മിറ്റിയും ആവശ്യപ്പെട്ടുവെന്ന് സംവിധായകൻ പ്രവീൺ നാരായൺ. സംവിധായകൻ ഫേസ്ബുക്കിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. സിനിമ ഇന്ന് കമ്മിറ്റിക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ റിവൈസ് കമ്മിറ്റിയും അനുമതി നിഷേധിച്ചതായാണ് സംവിധായകൻ പറയുന്നത്. സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ജാനകി എന്ന പേര് നീക്കം ചെയ്യണമെന്ന് നേരത്തെ സെൻസർ ബോർഡ് വാക്കാൽ ആവശ്യപ്പെട്ടിരുന്നതായി സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരോപിച്ചിരുന്നു. തുടർന്നാണ് റിവൈസ് കമ്മിറ്റി ചിത്രം കണ്ടത്. മുംബൈയിൽ വെച്ചായിരുന്നു പ്രിവ്യൂ പ്രദർശനം. സെൻസർ ബോർഡ് റിവൈസ് കമ്മിറ്റിയും കണ്ടിട്ട് ജാനകിക്ക് വെട്ടെന്ന് സംവിധായകൻ പ്രവീൺ നാരായണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കാത്തതിൽ ഹൈക്കോടതി സെൻസർ ബോർഡിനോട് നേരത്തെ വിശദീകരണം ചോദിച്ചിരുന്നു. സിനിമ കണ്ട് റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഹൈക്കോടതി കേസ് നാളെ വീണ്ടും പരിഗണിക്കും. ഇന്ന് തിയേറ്ററുകളിലെത്തേണ്ട ചിത്രത്തിന്റെ റിലീസ് പേരുമാറ്റം ആവശ്യപ്പെട്ടതോടെ നേരത്തെ മാറ്റിവെക്കുകയായിരുന്നു. സുരേഷ് ഗോപി നായകനായി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്തതാണ് ചിത്രം. അതേസമയം സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ഫെഫ്കയും രംഗത്തെത്തിയിട്ടുണ്ട്. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ JSKയുടെ അണിയറ പ്രവർത്തകരുമായി നാളെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.